إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم والذين كفروا لهم نار جهنم لا يقضى عليهم فيموتوا ولا يخفف عنهم من عذابها كذلك نجزي كل كفور وهم يسترخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير. സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളെയും വിധിവിലക്കുകളെയും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും കാത്തു സൂക്ഷിക്കണമേ എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ശക്തമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ അടിമകളിൽ നമ്മെ ചേർക്കുകയും അങ്ങനെ തന്നെ വിട പറഞ്ഞു പോകുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ, സൗഭാഗ്യവതികളിൽ അള്ളാഹു നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ശ്രദ്ധേയമായ, നമ്മുടെ എല്ലാ മനസ്സിന് കുളിർമയേകുന്ന ഒരു പ്രവാചക വചനമാണ് ഫിൽ ജന്നതി മിഅത്തു ദറജ, സ്വർഗത്തിന് 100 പദവികളുണ്ട് എന്നാണ്. മാ ബൈന കുല്ലി ദറജതൈനി മിഅത്ത് സന, ഒരു പദവിയിൽ നിന്ന് മറ്റൊരു പദവിയിലേക്കുള്ള അകലം
100 കൊല്ലത്തെ വഴി ദൂരമാണ്. വൽ ഫിർദൗസ് അഅലൽ ജന്ന വ ഔസതുഹാ, സ്വർഗത്തിൻ്റെ 100 പദവികളിൽ ഏറ്റവും നടുവിൽ ഫിർദൗസാണ്. ആ ഫിർദൗസാണ് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവി. വമിൻഹാ തഫജ്ജറു അൻഹാറുൽ ജന്ന, ആ ഫിർദൗസിന്റെ ഭാഗത്ത് നിന്നാണ് സ്വർഗത്തിലെ നദികൾ പൊട്ടിയൊഴുകുന്നത്. അതുകൊണ്ട് ഹബീബായ പ്രവാചകൻ നമ്മോട് പറഞ്ഞു, ഫഇദാ സഅൽതുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹു അൽ ഫിർദൗസ്, സ്വർഗത്തിലെ ഉന്നത പദവിയായ ഫിർദൗസ് തന്നെ നിങ്ങൾ ചോദിക്കണമേ എന്ന് അതിനുവേണ്ടി നമ്മെ പാകപ്പെടുത്തിയ, സ്വർഗത്തിലേക്കുള്ള എല്ലാ വഴികളും നമുക്ക് പറഞ്ഞു തന്ന, അതിനുവേണ്ടി ഒട്ടനവധി പീഡനങ്ങൾ സഹിച്ച, നമ്മേക്കാൾ സ്നേഹിച്ച, നമുക്ക് വേണ്ടി കരഞ്ഞ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു വിശ്വാസിയുടെ മുന്നിൽ അള്ളാഹു നൽകുന്ന വലിയ സന്തോഷമാണ് സ്വർഗം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സന്തോഷ വാർത്തയില്ല. വിശാലമായ അനുഗ്രഹങ്ങളുടെയും അനുഭൂതികളുടെയും കേദാരമായ സ്വർഗീയ ലോകം ഒരു വിശ്വാസിക്ക് അള്ളാഹു നൽകുന്ന സന്തോഷങ്ങളിൽ വലിയ സന്തോഷമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, മുത്തഖീന അലാ ഫുറുഷിൻ ബതാഇനുഹാ മിൻ ഇസ്തബറഖ് വജനൽ ജന്നതൈനി ദാൻ, വിരിപ്പുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും അവർ, അള്ളാഹു ഒരുക്കി വെച്ച ചാരുമഞ്ചങ്ങളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും, അങ്ങനെ സുഖിക്കുന്നവരായിരിക്കും അവർ. അവയുടെ ഉൾഭാഗത്തെക്കുറിച്ചുള്ള പറയുകയാണ്, ബതാഇനുഹാ മിൻ ഇസ്തബറഖ്, അതിൻ്റെ ഉൾഭാഗം അള്ളാഹു കട്ടിയുള്ള പട്ടുകൊണ്ടാണ് നിറക്കപ്പെട്ടിട്ടുള്ളത്. 2 തോപ്പുകളിലും പറിച്ചെടുക്കാൻ കഴിയുന്ന പഴങ്ങളുമുണ്ട് അവർക്ക്. വജനൽ ജന്നതൈനി ദാൻ, അവരുടെ സമീപത്തേക്ക് ചായ്ഞ്ഞു വരുന്ന, അടുത്തു നിൽക്കുന്ന സ്വർഗീയ പഴങ്ങൾ. ഫീഹിന്ന ഖാസിറാത്തുത് തുർഫി ലം യത്മിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ, നോട്ടത്തെ നിയന്ത്രിക്കുന്ന തരുണിമണികൾ. അഥവാ ചില കാര്യങ്ങളെ ഇങ്ങനെ ചുരുക്കി പറയാൻ, നോട്ടത്തെ നിയന്ത്രിക്കുന്ന സ്ത്രീകൾ, അവർക്ക് മുമ്പ് ഒരു ജിന്നോ ഇൻസോ സ്പർശിക്കാത്ത മങ്കകൾ. മുത്തഖീന അലാ റഫ്റഫിൻ ഖുദരിൻ വബഖരിൻ ഹിസാൻ. സൂറത്തുർ റഹ്മാനിന്റെ പല ഭാഗങ്ങളിലുള്ള വചനമാണ് ഞാൻ പറഞ്ഞത്. പച്ചവർണ്ണമുള്ള മെത്തകൾ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ പല ഭാഗങ്ങളിൽ നമുക്ക് കാണാം. ഹളീറത്തുൽ ഖുദുസ് സ്വർഗത്തിൻ്റെ ഒരു പേരാണ്. ആ സ്വർഗത്തിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് കട്ടിയുള്ള പച്ച, ഇളം നിറത്തിലുള്ള പച്ച എന്നൊക്കെ ഖുർആൻ ഇങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. ഇവിടെ അല്ല പറഞ്ഞത് എന്താ? പച്ചവർണ്ണമുള്ള മെത്തകളിൽ, തലയിണകളിൽ, അഴകേറിയ പരവതാനികളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും സ്വർഗീയവാസികൾ. ഇതേ ഖുർആൻ തന്നെയാണ് കൂട്ടരെ നരകമുണ്ടെന്ന് പറഞ്ഞത്. ഇന്നത്തെ ഖുതുബയുടെ വിഷയം പറഞ്ഞു തീരുമ്പോഴേക്ക് നമ്മുടെ മനസ്സിൻ്റെ അകങ്ങളിൽ സ്വർഗ നരകങ്ങളെക്കുറിച്ച് ഒരു ശക്തമായ ധാരണയും ഒരു അടിയുറച്ച വിശ്വാസവും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ വിഷയം ഞാനിന്ന് തയ്യാറാക്കിയത്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. എന്താ ഖുർആൻ പറഞ്ഞത്? സ്വർഗമുണ്ട്, അനുഭൂതികളുടെ സ്വർഗമാണ് എന്ന് പറഞ്ഞ അതേ ഖുർആൻ നമ്മൾക്ക് മുന്നറിയിപ്പ് തരികയാണ്. ഖുർആനിൻ്റെ സൂറത്തുൽ ലൈലിൻ്റെ 14-15 വചനങ്ങൾ. എന്താണ് അള്ളാഹുവിടെ പറഞ്ഞത്? ഫഅൻദർതുകും നാറൻ തലല്ലാഹ്, ഫഅൻദർതുകും നാറൻ തലല്ലാഹ്, അതിനാൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കിതാ
മുന്നറിയിപ്പ് നൽകുന്നു. ആ ആളിക്കത്തുന്ന നരകത്തിലേക്ക് ആരാണ് പ്രവേശിക്കുക എന്നറിയുമോ? ലാ യസ്ലാഹാ ഇല്ലൽ അഷ്ഖാ അല്ലദീ കദ്ദബ വതവല്ലാ. ഏറ്റവും ദൗർഭാഗ്യവാനല്ലാതെ ആ നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല. അതിൽ അകപ്പെടാതിരിക്കാനുള്ള ചെറിയ കാലയളവിലാണ് നമ്മളുള്ളത്. എത്രയോ മരണവാർത്തകളാണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 7 ദിവസങ്ങളായി കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ചയുടെ പ്രഭാതത്തിലേക്ക് ചേർന്നെത്തുന്നത് വരെ എത്രയോ മരണവാർത്തകളാണ് നമ്മുടെ വാട്സപ്പുകളിലേക്ക് കടന്നു വന്നത്. അതിൽ 9 വയസ്സുകാരനായ പയ്യന്മാരുണ്ട്, 21 വയസ്സുകാരുണ്ട്, സഹോദരങ്ങളെ 19 വയസ്സുകാരിയായ പെൺകുട്ടിയുണ്ട്, 50 വയസ്സുകാരുണ്ട്, 55 വയസ്സുകാരുണ്ട്, അതിൻ്റെ മുകളിലുള്ളവരുണ്ട്. ഈ ഇരിക്കുന്ന ഓരിമുക്ക് സെൽഫി മസ്ജിദിൽ പങ്കെടുത്ത ആളുകൾ ഇന്നലെ വരെ ഒരു മയ്യത്ത് നമസ്കരിച്ചവരല്ലയോ? അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗ്ഗതുല്യമാക്കി കൊടുക്കുമാറാകട്ടെ. ഇതൊക്കെ നമ്മുടെ കണ്ണ് തുറപ്പിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ദൗർഭാഗ്യവാന്മാരല്ലാതെ ആ നരകത്തിലേക്ക് ചെന്നാപതിക്കുകയില്ല. സഹോദരങ്ങളെ, ഈ ചെറിയ ഒരു അവസ്ഥ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഖുർആൻ എത്ര സ്ഥലങ്ങളിലാണ് നമ്മോട് പറഞ്ഞത്, ഫത്തഖുന്നാർ, നിങ്ങളെ നരകത്തെ സൂക്ഷിക്കണം. നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെയും എത്രയോ അപ്പുറത്താണ് അതിൻ്റെ വേദനകൾ. നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെയും എത്രയോ അപ്പുറത്താണ് അതിൻ്റെ പ്രയാസകരമായ അവസ്ഥാവിശേഷങ്ങൾ. അല്ലാഹു സൂറത്തുൽ ബഖറയിലൂടെ പറഞ്ഞത് എന്താണ്? ഫത്തഖുന്നാർ, ആ നരകത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണേ. അല്ലതീ വഖൂദുഹൻ നാസു വൽ ഹിജാറ. എന്താണ് പറഞ്ഞത്? അല്ലതീ വഖൂദുഹൻ നാസു വൽ ഹിജാറ. അതിൽ കത്തിക്കപ്പെടുന്നത് എന്താ അറിയുങ്ങള്? ഇന്ധനമായിട്ടുള്ളത് മനുഷ്യരാണ്. ആ മനുഷ്യരുടെ കൂടെ അല്ല കത്തിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ഇന്ധനമാണ് കല്ലുകൾ. ദുനിയാവിൽ ഒരു കല്ല് കത്തണമെങ്കിൽ 25 ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ചൂട് വേണമെന്നാണ് സയൻസ് പറയുന്നത്. ആ കല്ലിൻ്റെ പേരിനോട് സാമ്യതയുണ്ടെങ്കിലും അതികഠിനമായ ഹാർഡായ കല്ലുകളാണ്, പാറക്കല്ലുകളാണ് നരകത്തിൽ കറുത്ത തീയിൻ്റെ കൂടെ കത്തിക്കപ്പെടുന്നത്. ആ നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചോളാ സഹോദരങ്ങളെ. ദുനിയാവിലെ തീയിൻ്റെ ആ വേദന വരെ ചില അവസരങ്ങളിലൊക്കെ അനുഭവിച്ച ആൾക്കാരായിരിക്കും നമ്മളല്ലേ. ആ നരകത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഉഇദ്ദത്ത് ലിൽ കാഫിരീൻ എന്നാണ്. അത് കാഫിറുകൾക്ക് വേണ്ടിയാണ്, സത്യനിഷേധികൾക്ക് വേണ്ടിയാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അവരോട് നാളെ നരകത്തിൻ്റെ അഗ്നിജ്വാലകളിലേക്ക് കടന്നു പോകാൻ നിൽക്കുമ്പോൾ അള്ളാഹ് പറയുന്ന സൂറത്ത് റഹ്മാൻ വായിച്ചു നോക്കാം. അവിടെ നമുക്ക് കാണാം, ഹദിഹി ജഹന്നമുല്ലതി യുകദ്ദിബു ബിഹൽ മുജ്രിമൂൻ. എത്ര അർത്ഥവത്തായ വചനമാണത്. ഹദിഹി ജഹന്നമുല്ലതി യുകദ്ദിബു ബിഹൽ മുജ്രിമൂൻ. കുറ്റവാളികളായ ആളുകളെ മുഖത്ത് നോക്കി അല്ലാഹ് പറയുകയാണ്, നിങ്ങൾ എന്തിനെയാണോ വ്യാജമാക്കിയിരുന്നത്, എന്തിനെയാണോ നിങ്ങൾ കളവാക്കിയിരുന്നത്, ആ നരകമതാ നിങ്ങളുടെ മുമ്പിൽ ഇതാ വന്നെത്തിയിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹ് അവരോടായിട്ട് തന്നെ പറയുമത്രേ, യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ. അങ്ങേയറ്റം ഉഷ്ണമേറിയ ചുട്ടുതിളക്കുന്ന വെള്ളത്തിൻ്റെയും ഉഷ്ണമേറിയ ചൂടിൻ്റെയും ഇടയിലായിരിക്കും അവരുണ്ടാവുക. സഹോദരങ്ങളെ, തിളച്ച വെള്ളം മൂർദാവിലൂടെ ഒഴിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹു അത് ചെയ്യുന്ന ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. അതുകൊണ്ട് മനസ്സിൻ്റെ അകത്ത് കുത്തിവെക്കുക, അല്ല ഞാനതിലേക്കില്ല എന്ന് തീരുമാനിച്ചാൽ മാത്രം പോരാ. അതിൻ്റെതായ വിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനയായിട്ട് അല്ലാഹ് പറഞ്ഞത് എന്താ? റബ്ബനാ മൻ തുദ്ഖിലിൻ നാർ ഫഖദ് അഖ്സൈത വമാ ലിൽളാലിമീന മിൻ അൻസാർ. ഞങ്ങൾ റബ്ബേ, നരകത്തിലേക്ക് നീ ആരെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി ഇടപെട്ടാൽ അവനേക്കാൾ നിന്ദ്യനായി വേറെ ആരുണ്ട്? സഹോദരി, ഏറ്റവും വലിയ നിന്ദ്യത എന്ന് പറയുന്നത് അതാണ്. നിന്ദ്യത എന്ന് പറയുന്നത് അതാണ്. എൻ്റെ നാട് മലപ്പുറം ജില്ലയിലാണ്. ഞാൻ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നാട്ടിലായിരിക്കുമ്പോൾ എൻ്റെ നാടിൻ്റെ തൊട്ടടുത്ത് നടന്ന 2 യുവാക്കളുടെ ഒരു ആക്സിഡൻറ്റ്.
ബുള്ളറ്റിൽ, അതും ഏറ്റവും അധുനാധുന സംവിധാനമുള്ള ഒരു ബുള്ളറ്റിൽ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ 2 യുവാക്കൾക്ക് നിയന്ത്രണം തെറ്റി ഗട്ടറിൽ ചാടി ആ ബൈക്ക് തലകുത്തി മറിഞ്ഞ് അവിടെ റോഡ് പണി നടക്കുമ്പോൾ സമീപത്തുണ്ടായിരുന്ന ഇരുമ്പ് കമ്പികളിലേക്ക് രണ്ടുപേരും കോർന്ന് കയറിപ്പോകുമ്പോൾ അവിടെ വെച്ച് അവർ മരണപ്പെടുമ്പോൾ അവർ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകുമോ എനിക്ക് അല്ലാഹു ദുനിയാവിൽ വിധിച്ച അവസാനത്തെ യാത്രയാണിത് എന്ന്? ഇല്ല. ഇതൊക്കെ നമ്മുടെ കണ്ണ് തുറപ്പിച്ചില്ല എങ്കിൽ മണിക്കൂറുകളോളം ഒരു ഖുതുബ കേൾക്കുന്നതിനേക്കാൾ, ഒരു പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ വലിയ ചിന്തകളും അനുഭവങ്ങളും മാറ്റങ്ങളുമല്ലേ ജീവിതത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മരണവാർത്തകളും നമ്മളിൽ ഉണ്ടാക്കേണ്ടത്? അത് എനിക്കും നിങ്ങൾക്കും സാധ്യമാകുന്നില്ല എങ്കിൽ നമ്മുടെ മനസ്സിനെ വല്ലാത്ത രോഗങ്ങൾ പിടിച്ചിട്ടുണ്ട്. ആ 2 രോഗങ്ങളിൽ ഒന്ന് ഗഫ്ലത്താൻ, അശ്രദ്ധയാൻ, മറ്റൊന്ന് ഖസ്വത്താൻ, കഠിനമായ ഹൃദയമാണ്. ഒരു മരണവാർത്ത കേട്ടാൽ മനസ്സ് മാറൂല, ഒരു ഖുതുബ കേട്ടാൽ മാറൂല, ഖബറിനെ കേട്ടാൽ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അല്ലാഹ് ഹൃദയങ്ങളെ കുറിച്ച് പറഞ്ഞെന്താണ്? ഹൃദയം കട്ടിയായി പോയി. ഇസ്രായേലിനെ കുറിച്ച്, ബനു ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് ഖുർആൻ പറഞ്ഞില്ലേ, ഫഖസത്ത് ഖുലൂബുഹും ഫത്വാല അലൈഹിമുൽ അമദ് ഫഖസത്ത് ഖുലൂബുഹും. കാലം ഇങ്ങനെ കുറേ മുന്നോട്ട് പോയപ്പോഴേ ഹൃദയം വല്ലാതെ കട്ടിയായിപ്പോയി. എത്രത്തോളം അറിയുങ്ങൾ? 1000കണക്കിന് നബിമാരെ കൊന്നിട്ടുണ്ട് അത്ര ഇസ്രായേലർ, ബനു ഇസ്രായേലർ. മുസാ നബിയുടെ ജനതയാണെന്ന് പറയുന്ന ആ താവഴിയിൽ കടന്നു വരുന്ന വിഭാഗം. ഷെയ്ഖ് ഹുസൈമിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട്, കച്ചവടത്തിൻ്റെ തിരക്കിൽ ഇങ്ങനെ ആ വിഭാഗം വ്യാപൃതരാകുമ്പോൾ അവരിലേക്ക് സത്യം പറയാൻ കടന്നു വരുന്ന പ്രവാചകനെ അവർ അറുകൊല ചെയ്യും. ഒരാടിനറുക്കുന്നത് പോലെ കഴുത്തറുത്തു വന്ന് ഓടകളിലും കുഴികളിലും കൊണ്ടുപോയി തള്ളി അവരുടെ കൈകളിൽ ആ മനുഷ്യരക്തം പുരളുമ്പോൾ ഒരു പ്രവാചകനേക്കാൾ നല്ല ഹൃദയം പേറിയ മനുഷ്യനൊരു നാട്ടിലുണ്ടാവില്ല. അത്രത്തോളം നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങളെക്കാൾ നമ്മളോട് താല്പര്യം കാണിക്കുന്ന വ്യക്തിയായിരിക്കും ഒരു പ്രവാചകൻ. അത്ര നല്ല ഹൃദയം പേറിയ മനുഷ്യൻ ഉണ്ടാവുമോ? ആ മനുഷ്യനെ കൊല്ലുക, എന്നിട്ട് കൈകൾ കഴുകിയിരുന്നു അവര്. കൈകളും കിട്ട ചോര കഴുകും, എന്നിട്ട് വല്ല കച്ചവടത്തിൽ അവർ വ്യാപൃതരായിരുന്നു. എന്തേ കാരണം? ഫഖസത്ത് ഖുലൂബുഹും. മൂസാ നബിയോട് തട്ടിക്കേറിയിട്ടില്ലേ? നമ്മളിലുണ്ട് കുറേ ആൾക്കാർ. എത്ര കൊല്ലമായി ഖുതുബ കേൾക്കുന്നു അല്ലേ? എത്ര കൊല്ലമായി അവർ നന്മയുടെ സംരംഭങ്ങളിൽ പങ്കെടുക്കണം. അതൊക്കെ പോട്ടെ, അതെല്ലാം പോട്ടെ. മയ്യത്തിൻ്റെ അടുത്ത് നിസ്കരിച്ചവനായിരിക്കും, മയ്യത്തിൻ്റെ മേത്തേക്ക് മണ്ണിട്ടവനായിരിക്കും. ഒരു പക്ഷേ ആ 6 അടി പൊക്കമുള്ള 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ മയ്യത്തിനെ ആ ഇടുങ്ങിയ കബറിലേക്ക്, ചെരിഞ്ഞ കബറിലേക്ക് ചരിത്തി കിടത്തിയവരാകും. സംസ്കാരത്തിൽ നിന്നാലും ശ്രദ്ധ ഉണ്ടാവില്ല. ശിർക്കും ബിദ്അത്തും എപ്പോഴും പഠിച്ചിട്ടുമില്ല. തോന്നിയതുപോലെ അങ്ങനെ പോകുക അല്ലേ? എന്നാൽ ദുനിയാവിൻ്റെ വിഷയത്തിലെല്ലാം ഓക്കെയാണ് കേട്ടോ. ബിസിനസ് തകരരുത്, അതിനെന്തൊക്കെ പേപ്പർ ക്ലിയർ ആക്കണോ പോകേണ്ടടത്തൊക്കെ പോകും, വരിക്കേണ്ടടുത്ത് വരി നിൽക്കും, ഉറക്കൊഴിക്കേണ്ടടുത്ത് ഉറക്കൊഴിക്കും, എല്ലാം ഓക്കെയാണ്. പക്ഷെ പരലോകത്തിൻ്റെ വിഷയത്തിൽ ആത്മാർത്ഥത പലർക്കും കാണുന്നില്ല. സഹോദരങ്ങളെ, നരകം അത് പ്രസംഗിക്കാനുള്ളതല്ല, അത് പ്രസംഗിക്കാനുള്ളതല്ല. പല തബക്കകളിലാണ് നരകം ഒരുക്കി വെച്ചത് അല്ലേ? അതായത് സത്യനിഷേധികളായ ആളുകൾ ഇങ്ങനെ താഴേക്ക് പോകും തോറും, നിഷേധത്തിൻ്റെ കനം കൂടും തോറും നരകത്തിൻ്റെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികളിൽപ്പെട്ട നരകവാസികളുണ്ടെങ്കിലേ ഒരു നരകത്തിൻ്റെ മുകൾ ഭാഗത്ത് ഉണ്ടാവുകയാണ്. ആ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞ ഭാഗത്ത് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 2 ചെരുപ്പുകളാണ് മോനെ. അത് നിന്റെ കാലിൻ്റെ അടിയിൽ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നിന്റെ തലച്ചോറ് തിളച്ചു മറിയുമെന്നാണ്. ആ വ്യക്തി പറയുമെന്നാണ്. എന്ത് പറയും? നരകത്തിലെ വലിയ ശിക്ഷ എനിക്കാണല്ലോ ലഭ്യമായത്. പക്ഷെ അങ്ങനെയല്ല കാര്യം. ഈ അവസ്ഥകളെയൊക്കെ നേരിടാൻ, ഇതിനെയൊക്കെ അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. ശരീരത്തിലൊരു ഞരമ്പ് പണി മുടക്കിയാൽ മതി, സൈഡാകുന്ന ആൾക്കാരെ നമ്മളെവിടേക്കാ റബ്ബിനെ മറന്നു പോണത്? നമ്മളെവിടേക്കാൻ അള്ളാഹുവിൻ്റെ ദീനെ വിട്ടു പോകുന്നത് അല്ലേ? ഞാൻ മിനിഞ്ഞാന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു രംഗം കണ്ടു. ഖബറിൻ്റെ താഴെ ഇങ്ങനെ ഒരു ആയത്ത് ഒരാളെ എഡിറ്റ് ചെയ്ത് കൊണ്ടുപോയി വെച്ചതാണ്. എന്താണത്? ഐനൽ മഫർ. എങ്ങോട്ടാണ് അള്ളാഹിനെ മറന്ന് നീ ഓടുന്നത്? എങ്ങോട്ടാണ് ഖബർ മറന്ന് നീ ഓടുന്നത്? സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആനിലെ ശ്രദ്ധേയമായ 2 വചനങ്ങളാണ് ഞാൻ ഓതിയത്. ആ വചനം എന്താ നിങ്ങൾക്ക്? വിശുദ്ധ ഖുർആൻ ഒരുപാട് ചിന്തിക്കേണ്ട വചനാണ്. വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം
ലാ യുഖ്ലാ അലൈഹിം ഫയമൂതു വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ കദാലിക നജ്സി കുല്ല കഫൂർ. അവിശ്വാസികളെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, അവർക്ക് ജഹന്നമിന്റെ അഗ്നിജ്വാലകളാണുള്ളത്. അവർക്ക് ജഹന്നമിന്റെ അഗ്നിജ്വാലകളാണുള്ളത്. ആ നരകത്തിന്റെ വലിയ പ്രത്യേകത എന്താണെന്നറിയുമോ? മരണമെന്ന് പറയുന്ന സംഗതി അതിലില്ല. അല്ലാഹു പറയുകയാണ്, ലാ യുഖ്ലാ അലൈഹിം ഫയമൂതു. ആ നരകവാസികൾക്ക് ഞാൻ മരണം വിധിക്കില്ല. എന്നാൽ അവിടെ ജീവിതമുണ്ടോ? അതുമില്ല. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. ജീവിതമോ മരണമോ അതിലില്ല. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള എന്തോ ഒന്ന്, ബീവത്സമായ കഠിനകഠോരമായ ഈ ശരീരത്തെ നമുക്ക് രൂപകൽപ്പന ചെയ്ത ഈ മഹാപ്രപഞ്ചത്തെ സംവിധാനിച്ച ആ റബ്ബിനറിയാം എന്തായിരിക്കും ആ ദുർഗതി എന്ന്. അതനുഭവിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് റബ്ബിന് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്, അതുകൊണ്ടാണ് വേദഗ്രന്ഥങ്ങൾ നൽകിയത്, അതുകൊണ്ടാ പ്രയാസങ്ങൾ കഠിനകഠോരമായ പരീക്ഷണങ്ങളിലൂടെ പ്രവാചകന്മാരെ കടന്നുപോയപ്പോഴും ആ പ്രവാചകന്മാരുടെ അവസ്ഥകളൊക്കെ കണ്ടറിഞ്ഞ റബ്ബ് എന്നാലും വേണ്ടിയില്ല, ഇത് ജനങ്ങൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കൂ എന്ന് മഹാപ്രവാചക പുങ്കവന്മാരോട് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കറിയോ, ആ നരകത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു അവസ്ഥ അല്ല പറയണത്. അള്ളാഹ്ക്ക് പിന്നെ അവിടെ നടക്കുന്ന അവസ്ഥക്ക് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുമല്ലോ. ഇങ്ങനെ പറഞ്ഞു അല്ലാഹ്, വഹും യസ്തരിഖൂന ഫീഹാ. ആ നരകത്തിൽ അവർ അലമുറയിട്ട് കരയുന്നവരായിരിക്കും. അലമുറയിട്ട് കൊണ്ട് കരഞ്ഞുകൊണ്ട് അവർ പറയുന്നു എന്ത്? റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അഖ്രിജ്നാ നഅമൽ സ്വാലിഹാ. ഈ നരകത്തിന്റെ കുണ്ടാരത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്തിറക്കുമെങ്കിൽ അല്ലാഹുവേ, ഞങ്ങൾ സൽപ്രവൃത്തികൾ ചെയ്തു കൊള്ളാം. ഗൈറല്ലദീ കുന്നാ നഅമൽ. ദുനിയാവിൽ വെച്ച് ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരുപാട് നന്മകളുണ്ട് റബ്ബേ, അതെല്ലാം ഞങ്ങൾ ചെയ്തോളാം. എന്തെല്ലാം നന്മകളാണത്? അള്ളാഹുവിന്റെ പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ എന്റെ വിജയത്തിലേക്ക് വിളിച്ചത് എന്റെ റബ്ബാണല്ലോ, അതേ വിജയത്തിലേക്ക് വിളിച്ചത് എന്റെ രക്ഷിതാവാണല്ലോ എന്ന് ചിന്തിക്കാതെ ജമാഅത്ത് മുടക്കിയവർ. റമദാനിൽ ഉണ്ടായിരുന്ന ഒരു ആക്റ്റീവ് കാണുന്നില്ല കൂട്ടരെ. സുബഹിക്കൊക്കെ ഇപ്പൊ 2, 3, 4 ആളുള്ളേ. എവിടെ പോയി നമ്മളൊക്കെ? സുബഹിക്ക് ഇപ്പം നമ്മൾ ളുഹർ അസ്റൊക്കെ പോട്ടെ, ചിലപ്പോൾ നമ്മൾ യാത്രയിലും ജോലി തിരക്കിലൊക്കെ എവിടെയെങ്കിലും കൂടിയേക്കാം. പക്ഷെ നമ്മൾ സുബഹിക്ക് എന്താ പള്ളിയിലെത്താത്തത്? കിടന്നുറങ്ങല്ലേ നമ്മൾ? അല്ലാഹ് തന്ന വീടിൻ്റെ ഉള്ളിൽ അല്ലേ, അധുനാധുന സൗകര്യങ്ങളുള്ള വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പുതപ്പും മൂടി നമ്മൾ കിടന്നുറങ്ങാം. മഴയാണ്, ഒക്കെ ശരിയാ. പക്ഷെ അല്ലാഹ് നമ്മളെ പരീക്ഷിക്കുകയാണ്. സഹോദരങ്ങളെ, തിരയടങ്ങിയിട്ട് ഒരിക്കലും ഒരു മുക്കുവന് മത്സ്യം പിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ പരീക്ഷണങ്ങളും കാലങ്ങളൊന്നും സൗകര്യമായിട്ട് നന്മ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് അവസരം കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ടേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ പരലോകത്ത് മുന്നിൽ കണ്ടുകൊണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കും. അത് പറയാതിരിക്കാനാണ്. എന്ത്? നരകത്ത് കിടന്നിട്ട് റബ്ബെ കുറേ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് റബ്ബെ. അല്ലാഹ് പറയണേ, നമ്മളാരെങ്കിലും പറഞ്ഞാൽ നമുക്ക് പറയാം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ. പക്ഷെ അല്ലാഹ് പറഞ്ഞെന്താണ്? ഗൈറല്ലദീ കുന്നാ നഅമൽ. നഷ്ടപ്പെടുത്തി കളഞ്ഞ കുറേ നന്മകളുണ്ട്, അവസരങ്ങളുണ്ട്. എന്താണ് നമുക്ക് അവസരങ്ങൾ തേടിപ്പിടിക്കാൻ സമയമില്ലാത്തത്? സഹോദരങ്ങൾ, നമ്മുടെ ജോലിക്കൊപ്പം തന്നെ മറ്റു നന്മകളിൽ നമ്മൾ വ്യാപൃതരാകുമ്പോഴല്ലേ, നമ്മുടെ കുടുംബത്തെ അതിനനുസരിച്ച് എത്തി മിനിക്കുമ്പോഴല്ലേ നമുക്ക് സന്തോഷത്തോടെ 2 ലോകത്തും വിജയിക്കാൻ പറ്റുള്ളൂ. അള്ളാഹു അവരിൽ നമ്മെ ചേർക്കുമാറാകട്ടെ. അള്ളാഹ് ഒരു കാര്യം കൂടി പറയുന്ന, അത് ഏറെ സങ്കടകരമാണ്. കാരുണ്യവാനായ റബ്ബ് അവരോട് ഒരു കാരുണ്യം അവിടെ കാട്ടൂല. എന്താ അള്ളാഹ് പറയാ? അവലം നുഅമ്മിരുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ചിന്തിക്കാനും പണിയെടുക്കാനൊക്കെ ആയുസ് തന്നില്ലടോ. ചിന്തിക്കാനും പണിയെടുക്കാനും ഒക്കെ നിനക്ക് ഞാൻ അവസരം നൽകിയില്ലേ? എങ്ങനെ പണിയെടുക്കേണ്ടത്? വജാഅക്കുമുൻ നദീർ. ഒരു താക്കീതന്മാരെ പറഞ്ഞേക്കും ചെയ്തിരുന്നു. എല്ലാ സെറ്റപ്പും അല്ല പരീക്ഷകൾ ഒരുക്കിയിട്ടുണ്ട്. പഠിപ്പിക്കാനുള്ള അധ്യാപകന്മാരായ പ്രവാചകന്മാർ, അതനുസരിച്ച് ജീവിക്കാനുള്ള അവസരം, സമയം, സൗകര്യം, നിഅമത്തുകൾ. പക്ഷെ ഈ പരീക്ഷാ ഹാളിന്റെ പ്രത്യേകത എന്താ പറയുക? ഈ ദുനിയാവിന്റെ ബെല്ലപ്പളം മുഴങ്ങുന്നറിയില്ല. അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യണം? കടലാസൊക്കെ റെഡിയാക്കി നിൽക്കണം. പല രംഗത്തും പേപ്പേഴ്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ നമ്മൾ, അല്ലേ? എന്തെങ്കിലും ഒരു ഫാൾട്ട്, ചെറിയൊരു അക്ഷരതെറ്റും മതിയാവും ചിലപ്പോൾ.
എല്ലാം തിരിച്ചിങ്ങോട്ട് മടക്കാൻ. പരലോകത്തിൻ്റെ വിഷയത്തിലാകുമ്പോൾ ഗൗരവം കൂടും. അത് ചിന്തിക്കാൻ അള്ളാഹ് നമ്മോട് പറയാണ്, ഫദൂഖു ഫമാലിൽ ളാലിമീന മിൻ നസീർ. അള്ളാഹ് പറയാണ് ആസ്വദിച്ചോ. ആ പ്രയോഗത്തിൽ മുഫസ്സിറുകൾ പറയണ എന്താ പറയുക, നരകത്തിൽ എന്താണ് ആസ്വാദനം, നരകത്തിൽ എന്താണ് ആസ്വാദനം ഉണ്ടല്ലേ. ഫലസ്തീനിന്റെ മണ്ണിൽ ജൂത പരിശകൾ ബോംബെറിഞ്ഞപ്പോ മുഖത്തുള്ള ഇളം തൊലികൾ കരിഞ്ഞുപോയ കുട്ടികൾ ആർത്ത് അട്ടഹസിച്ച് കരയുന്നത് കണ്ടില്ലേ നിങ്ങൾ? കണ്ണു തുറയുന്നില്ലേ നമ്മുടെ? വിശന്ന വേട്ടപ്പട്ടികളെ രോഗിയായി കിടക്കുന്ന മാതാവിന്റെ റൂമിലേക്ക് പറഞ്ഞുവിട്ട് കടിച്ചു കീറുമ്പോഴും അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നിന്റെ ഹബീബിലൂടെ പറഞ്ഞു തന്നൊരു വാഗ്ദാന ദിവസമുണ്ടല്ലോ, അത് ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന് പറയുന്ന മനുഷ്യർ, നമ്മളെപ്പോലെ ചോരയും മജ്ജയുമുള്ളവർ ലോകത്ത് ജീവിക്കുന്നുണ്ടേ. നമ്മളിപ്പോഴും ഇങ്ങനെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല കേട്ടോ, നമ്മൾ ഒന്നുകൂടി ഒന്ന് ഉഷാറാകാൻ വേണ്ടി പറയാൻ. സഹോദരങ്ങളെ, പല രംഗത്തും നമ്മുടെ നിലപാടുകളൊക്കെ വളരെ കഷ്ടമാണ്. അതുകൊണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ ആത്മാർത്ഥമായി ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. സഹോദരങ്ങളെ, വിശ്വാസികളെ വിളിച്ചിട്ടാണ് അല്ലാഹു പറഞ്ഞത്. വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്. എന്ത് പറഞ്ഞത്? അതേ സഹോദരങ്ങളെ, വിശ്വാസികളെ, ആമീനു യാ അയ്യുഹല്ലദീന ആമനു ആമീനു. ഖുർആനിൽ അങ്ങനെ ആയത്തുണ്ട്, വിശ്വാസികളെ നിങ്ങൾ വിശ്വസിക്കുക. വേറെ ഭാഗത്ത് കാണാം, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ. വിശ്വാസികളെ പൂർണ്ണമായി നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരിക. ചില ആൾക്കാർക്ക് ചില രംഗത്ത് ഇസ്ലാമുണ്ട്, ചില രംഗത്തില്ല. ആ നിലപാട് മാറ്റാൻ അല്ലാഹു പറയണേ. സാമ്പത്തിക രംഗത്ത് ചിലർക്കില്ല, സ്വകാര്യ രംഗത്തില്ല, അല്ലേ? അതുപോലെ തന്നെ കുടുംബരംഗത്തില്ല, ഹറാമു ഹലാലും സമ്പാദിക്കുമ്പോൾ ആ രംഗത്തില്ല, വിശ്വാസരംഗത്തില്ല, കർമ്മരംഗങ്ങളിലില്ല, ദാവാരംഗത്തില്ല. അങ്ങനെ കൂടെ നോക്കിയ കുറേ ഉണ്ട്. പക്ഷെ അല്ലാഹു പറഞ്ഞെന്താ, ഒരു നല്ല ഡോക്ടറെ വിളിച്ചിട്ട് അല്ലാഹു നീ നല്ല ഡോക്ടർ ആകണമെന്ന് പറയണമെങ്കിലേ എത്രത്തോളം ശ്രദ്ധ പതിപ്പിക്കാനാണ് അല്ലാഹു വിശ്വാസികളോട് പറയണത്. വിശ്വാസികളെ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാകൂ എന്ന്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി ഭാഗങ്ങളിൽ നമുക്ക് കാണാം ഈ പ്രയോഗങ്ങൾ. സ്വർഗ്ഗനരകങ്ങളെക്കുറിച്ച് വിശ്വാസത്തിൽ നിങ്ങൾ, അല്ലേ? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ. അക്രമം കലർത്തരുത്. വിശ്വാസത്തിൽ അക്രമം എന്താ പറയുക? ശിർക്കാണ്. ആ ശിർക്ക് എന്താ? തൻ്റെ റബ്ബിനെ മാത്രം ആരാധിക്കുന്നിടത്ത് വരുന്ന അബദ്ധങ്ങളാണ്. അള്ളാഹ് എന്ന് വിളിച്ച് തേടേണ്ട വാക്കുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. ഓലൊക്കെ മഹാന്മാരാണ്, ഔലിയാക്കന്മാരാണ്, അമ്പിയാക്കന്മാരാണ്. ഈ നിലപാടുകളെയൊക്കെ അതിൻ്റെ അടിവേര് മുറിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. എല്ലാറ്റിനും കഴിയുന്ന റബ്ബുണ്ടാവുമ്പോൾ എന്തിനാടോ മരിച്ച് മൺമറഞ്ഞ മണ്ണോട് ചേർന്ന് പോയവരോട് നിന്റെ സങ്കടം പറയുന്നത്? അല്ലത്ര സ്ഥലത്താണ് പറഞ്ഞത് അവർ മരിച്ചോലാണ്. ഇതൊക്കെ കേട്ടാൽ എന്നാലൊരു സിയാറത്തിരുന്നോട്ടെ, എന്നിട്ട് അവിടെ ചെന്നിട്ട് മഹാന്മാരുടെ ഒരു തേട്ടം, അല്ലേ? എന്താ സംഭവിക്കുന്നത്? ഈമാനിൽ ളുൽമ കലർത്തുകയാണ്, അക്രമം സഹാബികൾ ചോദിച്ചില്ലേ നബിയെ, ചെറിയ ചെറിയ അക്രമങ്ങളും പാപങ്ങളും ചെയ്യാത്തവർ ആരാ നബിയെ? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഇവിടെ ഉദ്ദേശിച്ച പാപം അതല്ല, പിന്നെയോ അബ്ദുസ്വാലിഹ് പറഞ്ഞ പാപമാണ്. അബ്ദുസ്വാലിഹ് എന്ന് പറഞ്ഞാൽ നല്ലവനായ അടിമ. ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറയുന്ന അധ്യായത്തിൽ പരാമർശിക്കപ്പെട്ട വ്യക്തിയാണ് അബ്ദുസ്വാലിഹ്. അദ്ദേഹം തൻ്റെ മകനോട് ആദ്യം കൊടുത്ത നസീഹത്ത് എന്താ? ഈ ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, ലോകത്തറിയപ്പെട്ടൊരു കായിക താരാകണം എന്നൊന്നുമല്ല. അതൊക്കെ ഓരോരുത്തരുടെ കഴിവനുസരിച്ച് ഹലാലായ രൂപത്തിലായിക്കോട്ടെ. പക്ഷെ ഒരു ഉപ്പ മകന് കൊടുക്കേണ്ട ആദ്യത്തെ ഉപദേശം എന്താകണമെന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു തന്നു, അല്ലേ? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിരിക ലദുൽമുൻ അദീം. പങ്കു ചേർക്കരുത്, അത് വമ്പിച്ച അക്രമമാണ്. ഈ അക്രമം നിങ്ങൾ ഈമാനിൽ കലർത്തരുത് എന്ന് വിശ്വാസികളെ വിളിച്ച് അല്ലാഹു പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഈ ഹുതുബയുടെ അവസാന ഭാഗം ഷോർട്ടാക്കി പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, അതനുസരിച്ച് ശിർക്കില്ലാത്തൊരു ജീവിതം നയിച്ചു കഴിഞ്ഞാൽ മരിക്കണ സമയത്ത് അവൻ ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചാലോ, മൻ കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നah. അല്ലാഹു അവരിൽ നമ്മെ ചേർക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമ്മൾ മനസ്സിലൊന്ന് പുറത്ത് മറ്റൊന്ന്, അത് ഇസ്ലാമിനുണ്ടാക്കുന്ന തലവേദന ചെറുതല്ല. നബിയുടെ കാലത്ത് അങ്ങനത്തെ കുറേ മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. മനസ്സിൻ്റെ ഉള്ളിൽ കപട വിശ്വാസം കൊണ്ട് നടക്കുക,
എന്നിട്ട് മറ്റുള്ളവരുടെ കൂടെ ചിരിച്ചു നടക്കുക. അങ്ങനത്തെ ദ്വിമുഖന്മാരായിട്ട് നമ്മൾ ആരും മാറരുത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഹുദൈഫയോട് ചോദിച്ചില്ലേ, നിഫാഖ് മുനാഫിക്കുകളായ ആളുകളെ ലിസ്റ്റ് ഇറങ്ങിയപ്പോൾ അതിൽ ഞാൻ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അത്രത്തോളം നമ്മൾ ഭയപ്പെടേണ്ട കാര്യമാണ് രണ്ട് മുഖമുള്ളവരായി നടക്കുക എന്നുള്ളത്. ആത്മാർത്ഥതയുടെ മുഖമുദ്രയുള്ളവരായി അള്ളാഹുവിലേക്ക് മനസ്സ് കേന്ദ്രീകരിച്ച് സ്വർഗനരകങ്ങളെ മനസ്സിൽ ശക്തമായി കൊത്തിവെച്ച് ജീവിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കുറേ സഹോദരങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോരാനുള്ള ഒരുക്കത്തിലാണ്. നമുക്കാർക്കും ചിലപ്പോൾ ഈ വർഷത്തിലോ അല്ലെങ്കിൽ മുമ്പത്തെ വർഷങ്ങളിലോ ഒന്നും ഹജ്ജ് ചെയ്യാനും അതിൻ്റെ ഭാഗവാക്കാകാനും കഴിഞ്ഞില്ല എന്ന് വരാം. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഹജ്ജിൻ്റെ കൂലി കിട്ടുന്ന ചില നന്മകൾ ഇങ്ങനെ പെട്ടെന്ന് റസൂൽ ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൊന്നും എന്താ അറിയോ, നല്ല ആത്മാർത്ഥമായ നീയത്താണ്. നമുക്ക് അവിടേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല എങ്കിലും നമ്മുടെ മനസ്സുകൊണ്ട് റബ്ബേ എനിക്കും സാമ്പത്തികമായിട്ട് ശേഷിയുണ്ടായിരുന്നെങ്കിൽ, ഒരു കഴിവുള്ള വ്യക്തിയായിരുന്നെങ്കിൽ ഞാനും അവിടെ ചെന്ന് ഹജ്ജ് നിർവഹിക്കുമായിരുന്നു എന്നൊരു ചിന്ത ഉണ്ടായാൽ മതി. അവർക്ക് ഹജ്ജ് ചെയ്ത കൂലി കിട്ടുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീയത്ത് വലിയൊരു സംഭവമാണ്. അത് പരിണെന്തിനാ? നേരത്തെ നമ്മൾ പറഞ്ഞ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനാ. എന്താ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ആരാണോ ആത്മാർത്ഥമായൊരു നന്മ ചെയ്യാൻ അവൻ ആഗ്രഹിക്കുകയും അതിനവൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ്റെ ആഗ്രഹം കൊണ്ട് ആ നന്മ ചെയ്ത കൂലി കൊടുക്കുന്നതാണ്. പിന്നെ റസൂലുള്ളാഹി പറഞ്ഞ ഹജ്ജ് ചെയ്ത കൂലി കിട്ടുമെന്ന് പറഞ്ഞ മറ്റൊരു നന്മയാണ് ഇശ്റാഖ് നമസ്കാരം. ഇശ്റാഖ് നിസ്കാരത്തിൽ എന്ന് പറഞ്ഞാൽ ളുഹാ നിസ്കാരത്തിൻ്റെ മറ്റൊരു പേരാണ്. അതായത് സുബഹി സ്വല കഴിഞ്ഞ് പള്ളിയിൽ ഇരുന്നിട്ട് അദ്കാറുകളൊക്കെ ചൊല്ലുക. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചു തുടങ്ങും. ആ സമയത്ത് 2 റക്അത്ത് നിസ്കരിച്ച് പിരിഞ്ഞു പോയാൽ അവർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് അല്ലേ, കഅജ്രി ഹജ്ജത്തിൻ താമ്മ താമ്മ എന്ന് റസൂൽ 3 പ്രാവശ്യം പറഞ്ഞു. ഹജ്ജ് ചെയ്ത കൂലി പൂർണ്ണമായി അവന് ലഭിക്കും. അതായത് സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ വരുന്ന ആൾക്കാരോട് പറയാണ്, പള്ളിയിലിരുന്ന് ഇങ്ങനെ അല്ലെങ്കിൽ സഹോദരിമാർ വീട്ടിൽ അവരുടെ മുസല്ലയിൽ ഇരുന്ന് നമസ്കരിക്കുമ്പോൾ അവിടെ ഇരുന്ന് നമസ്കരിച്ച് പൂർണ്ണമായി നമസ്കരിച്ച് ഈ ഒരു നിസ്കാരം കൂടി നിർവഹിച്ചാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം. ഇതൊക്കെ എന്തിനാ? പരലോകത്തെ നമുക്ക് ഈ നന്മകളൊക്കെ ഉണ്ടാവുള്ളൂ. മൂന്നാമത് റസൂലുള്ളാഹി പറഞ്ഞത് ഇൽമ് നേടാൻ അള്ളാഹുവിൻ്റെ പള്ളികളിലേക്ക് പുറപ്പെടുന്നതാണ്. ഹജ്ജ് ചെയ്ത കൂലി കിട്ടും. റസൂലുള്ളാഹി പറഞ്ഞ എന്താ? മൻ ഗദാ ഇലൽ മസ്ജിദ് ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ ഔ യഅലമു. ഒരു ദീന് പഠിക്കാൻ എന്നുള്ള നീയത്തോടെ പള്ളിയിലേക്ക് ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ കാന ലഹു കഅജ്രി ഹാജ്ജിൻ താമ്മത്തൻ ഹജ്ജതഹു, പൂർണ്ണ ഹജ്ജ് ചെയ്ത കൂലിയുണ്ടെന്നാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ പരിസരത്തുള്ള പള്ളികളിലൊക്കെ നന്മ പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. വിശിഷ്യ നമ്മുടെ ഒരുമുക്ക് പള്ളിയിലുണ്ട് അല്ലേ. ഈ പള്ളി ഇവിടെ സ്ഥാപിതമായത് ജുമാ നിസ്കരിക്കാനും പിരിഞ്ഞു പോകാനും മാത്രമല്ല, ബാങ്ക് കൊടുക്കാനും നിസ്കരിക്കാനും മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മസ്ജിദ് നബവിയാകുന്ന പള്ളിയിൽ സക്കാത്ത് സെല്ലുണ്ടായിരുന്നു, ദഅവത്തുണ്ടായിരുന്നു, ദീനീ ചർച്ചകളുണ്ടായിരുന്നു. അവിടെ എല്ലാ നന്മയുടെ ഷിയാറുകളും അവിടെ പ്രകടിപ്പിച്ചിരുന്നു. അതിനാ പള്ളികൾ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കിടെയും ചോദിക്കുകയാണ്, ഇവിടെ എല്ലാ വെള്ളിയാഴ്ചകളിലും അള്ളാഹുവിൻ്റെ ഖുർആൻ പഠന സദസ്സ് നടക്കലുണ്ട് അല്ലേ? നമുക്ക് നമ്മുടെ ജോലി സമയം കുടുംബത്തെ കൂട്ടി 1 മണിക്കൂറൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂലേ? നമ്മളെ കുടുംബത്തിലൊരാൾക്ക് തീരെ സുഖമില്ല, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ജോലി കസേരയിൽ അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലെ കസേരയിൽ ഒരാളെ ഇരുത്തിയിട്ട് നമ്മൾ പോകൂലേ? സഹോദരങ്ങൾ, അത്രത്തോളം അതിനേക്കാൾ പ്രാധാന്യമില്ലേ പരലോകം എന്ന് പറഞ്ഞാൽ അല്ലേ? ഇന്നിവിടെ ഖുർആൻ ക്ലാസ് ഉണ്ട്. എത്ര ആൾക്ക് ഈമാനികപരമായിട്ട് എത്തിപ്പെടാൻ പറ്റും? ആളെ കൂട്ടാനൊന്നുമല്ല, പ്രതിഫലം നേടാൻ ആഗ്രഹിക്കുന്ന ആൾ കൂടെ ഞാൻ പറയാം. ഇന്ന് വരെ വീട്ടിലിങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഫോൺ തോണ്ടിയിട്ട്, ഒരു തിരക്കും ഉണ്ടാവില്ല. ഇനി മാത്രമല്ല, ഒന്നുമില്ലെങ്കിലും ശൈത്താൻ അന്ന് നമുക്കൊരു പ്രത്യേക തിരക്ക് തരും. അതൊക്കെ ഓൻ്റെ കളികളാ. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചകളിലും അള്ളാഹിനെക്കുറിച്ച് മാത്രം പഠിക്കേണ്ട സദസ്സ് നമ്മളോട് സംഘടിപ്പിക്കണം. അസ്മാഉൽ ഹുസ്ന. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സലഫുകളും പഠിപ്പിച്ച വചനങ്ങൾ പറഞ്ഞ് നമ്മൾ ദീൻ പഠിപ്പിക്കണ ആർക്കാണ്? കാരണങ്ങൾ പറഞ്ഞ് മാറി നിൽക്കുന്നവർക്ക് പറയണത് എത്ര പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുത്തി കളയണേ. മരിച്ച് മണ്ണറിഞ്ഞു പോയ ഒരാളോട് അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, അദ്ദേഹത്തിൽ നിന്ന് റസൂലുള്ളാഹിയിൽ നിന്ന് ദീൻ പഠിച്ച അലി ഇബ്നു അബി ത്വാലിബ് പറയാണ്, ഖബറിൽ നിന്നൊരു വ്യക്തി തിരിച്ചു വന്നാൽ അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ. അതുകൊണ്ട് നമ്മൾ ശക്തമായിട്ടൊന്ന് ചിന്തിക്കുക.
ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ. നമ്മൾ മാത്രമല്ല, നമ്മളെ മക്കളും വരട്ടെ, ഭാര്യയും വരട്ടെ, എല്ലാവരും അല്ലേ ലക്ഷങ്ങളും കോടികളൊക്കെ ചിലവാക്കിയിട്ടേ നമ്മൾ ഈ പള്ളികളൊക്കെ ഉണ്ടാക്കിയിട്ട് അള്ള തന്ന വാഹനം ഉണ്ടായിട്ട് ആരോഗ്യം ഉണ്ടായിട്ട് നമ്മൾ വിചാരിച്ച സമയം ഉണ്ടാക്കാനും പറ്റും. നമ്മൾ വിചാരിച്ചിട്ട് നടക്കാത്ത എന്താ? 2 നില വീട് വെച്ചില്ലേ, ഒരു വണ്ടി വാങ്ങിയില്ലേ, നല്ലൊരു കുടുംബല്ലേ, നമ്മളെവിടൊക്കെ എത്തിപ്പെടുന്നുണ്ട് വിചാരിച്ചിട്ട് നമ്മൾ വിചാരിച്ചൊരു മണിക്കൂർ കിട്ടൂല നിങ്ങൾ ഈ പറയണേ സഹോദരങ്ങൾ. അതൊക്കെ വെറും വാക്കാൻ. പിന്നെ ഈ തിരക്കുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒഴിവുള്ള സമയം എപ്പോഴാണ് നിങ്ങളൊന്ന് എഴുതിയിട്ട് അവിടെ ബക്കറ്റിലിട്ട് പോകണം. എപ്പോഴാണ് ഒഴിവ് കിട്ടുക? ശരി, 2025 ഫുള്ള് ഒഴിവാണോ? നമുക്ക് അന്നൊന്ന് ക്ലാസ്സിലിരിക്കാൻ മുഴുവനായിട്ട് അങ്ങനെ സമയം കിട്ടൂല, അങ്ങനെ സമയം കിട്ടൂല. എപ്പോഴേ സമയം കിട്ടുള്ളൂ നിങ്ങളെ? ഹത്താ സുർത്തുബുൽ മക്കാബിർ. മണ്ണടിഞ്ഞു പോയാലേ അവിടെ പിന്നെ നിസ്കാരമില്ല, ബിസിനസ് ഇല്ല, കുടുംബം നോക്കണ്ട, ചെയ്ത അമലിന് ആസ്വാദനങ്ങളുടെ ലോകമാണ്. അതുകൊണ്ട് പരമാവധി ചെയ്യുക പരലോകത്തേക്ക്. ആ ഇൽമിൻ്റെ സദസ്സുകളെ നമ്മുടെ ജീവിതത്തിൽ സമയം കണ്ടെത്തി ഉപയോഗപ്പെടുത്തുക. പെട്ടെന്ന് ഞാനൊരു കാര്യം കൂടി പറയാണ്. ഫർള് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോയാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയാം ഹജ്ജ് ചെയ്ത കൂലി ഉണ്ടെന്നാ. ഫർള് നിസ്കരിക്കാൻ പള്ളിക്ക് പോയാലേ നിങ്ങൾ ആ കൂലി ആരെങ്കിലും കേട്ടുകിടാ? 5 നേരം പള്ളിയിൽ പോയാൽ ഹജ്ജ് ചെയ്തവന്റെ കൂലിയുണ്ട്. എങ്ങനെ? മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറ. വീട്ടിൽ നിന്ന് ഒതെടുക്കല കൂലി കൂടുതൽ. ഇപ്പം ചിലർ ചോദിക്കും, എന്തിനും ചോദ്യം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പിന്നെ എന്തിനോടെ ടാപ്പ് ഉണ്ടാക്കിക്കണ പള്ളിയിൽ ഉണ്ടാക്കിക്കോളി, തെറ്റൊന്നുമല്ല. പക്ഷെ കൂലി കൂടുതൽ പള്ളിയിൽ നിന്ന് ഒന്നു കൊടുക്കലാൽ, വീട്ടിൽ നിന്ന് ഒന്നു കൊടുക്കലാൽ അല്ലേ. എന്നിട്ട് നിർബന്ധ നിസ്കാരത്തിന് പള്ളിയിൽ വന്നാൽ ഫഅജ്റുഹു കഅജ്രി ഹാജിൽ മുഹരിം. ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് ചെയ്തവൻ്റെ കൂലിയുണ്ട്. എവിടുന്ന്? വീട്ടിൽ നിന്ന് ഉണ്ടാക്കി പള്ളിക്ക് വന്നാലേ. അള്ളാഹ് ഈ കൂലി എനിക്ക് കിട്ടണമെന്ന് വിചാരിച്ച് അടുത്ത വക്തിന് പള്ളിക്ക് വന്നാലോ ഹജ്ജ് ചെയ്ത കൂലിയാണ്. ആരെ പറഞ്ഞേ? മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്, എത്ര ഓഫർ അല്ല നമുക്ക് നിങ്ങളുടെ നിങ്ങൾ. പക്ഷെ നമ്മളെ സമ്മതിക്കൂല. ആരെ? ശൈത്താനേ. കുറച്ചേരം കൂടി ഇരിക്കപ്പോൾ തിരക്കുള്ള സമയം കടയിൽ ഇപ്പം അങ്ങോട്ട് പോവാ പള്ളിക്ക്. എന്നിട്ട് ആ തിരക്ക് എപ്പോഴും ഒഴിവാക്കുക നിങ്ങൾ. പള്ളിയിൽ ഇമാം സലാം വീട്ടിൽ ജമാഅത്തിന് കഴിഞ്ഞ് നമുക്ക് വരാൻ പറ്റും. അപ്പം കുറച്ച് കച്ചവടങ്ങൾ തരും ആരെ? ശൈത്താൻ. അതൊക്കെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? സഹോദരങ്ങൾ, നന്മയിലേക്ക് മുന്നേറാൻ നമുക്ക് കഴിയണം. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ 5 നേര നിസ്കാരത്തിന് ശേഷം 5ാമത്തെ കാര്യം അതാണ്. 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം ദിക്റുകൾ ചൊല്ലുക. നമ്മൾ പറയും കൂട്ടുപ്രാർത്ഥനല്ല എന്നുള്ള ചൊല്ലലുണ്ടോ? ഉണ്ടോ? ഒരു ഭാഗത്ത് ബിദ്അത്തുകളെ നമ്മൾ ശക്തമായി എതിർക്കും. എന്നാൽ നിസ്കാര ശേഷം നമുക്ക് ഏതെങ്കിലും മൂലൊക്കെ പോയിരുന്നിട്ട് 33 വട്ടം സുബ്ഹാനല്ലാഹ്. ഞാൻ ഈയിടെയായിട്ടൊരു വീഡിയോ കണ്ടു, എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു ഈ ആഴ്ചയിൽ. എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചെറിയൊരു സ്റ്റാറ്റസ് വീഡിയോ ആണ്. ലോകത്ത് അതായത് 4 പേരിൽ ഒരാൾക്ക് സ്ട്രോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. ലോകത്തിൽ 4 പേരിൽ ഒരാൾക്ക് സ്ട്രോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. 4 പേരിൽ ഒരാൾ എന്ന് പറയുമ്പോൾ എത്ര ചുരുക്കണം എന്ന് ആലോചിച്ചു. സാധ്യത കൂടുതലാണെന്ന് അതിൻ്റെ അർത്ഥം. നിസ്കാര ശേഷം ഒരു സുബ്ഹാനല്ലാഹ് അങ്ങനെ പറയുമ്പോൾ അല്ലാ നീ എന്നെ അതിൽ ചേർത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരാത്മാർത്ഥമായ ഒരു സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ്, ഒരു അല്ലാഹു അക്ബർ പറയാൻ സഹോദരങ്ങൾ എത്ര ആളുകളാണ് ആരോഗ്യമുള്ള ആൾക്കാർ സൈഡായിക്കൊണ്ടിരിക്കണല്ലേ. ഈ അദ്കാറുകളൊക്കെ ചെല്ലാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത് അതാണ്. അതുപോലെ അല്ലാഹുമ്മ അൻതസ്സലാമു വമിൻക സംസ്കാര സെഷൻ ചൊല്ലേണ്ട അദ്കാറുകൾ നമ്മുടെ പള്ളീൻ്റെ പുറത്ത് തൂക്കിയിട്ടിട്ടുണ്ട് അല്ലേ. കാണാതെ അറിയില്ലെങ്കിൽ അത് ഫോണിലൊന്ന് ഫോട്ടോ എടുത്തിട്ട് നോക്കിയിട്ട് നമ്മൾ ചൊല്ലണം. ഇങ്ങനെ പൂർണ്ണമായിട്ട് നിസ്കാര ശേഷം അദ്കാറുകൾ ചൊല്ലിയാൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ് എന്ത്? അതെ, വയുജാഹിദൂന വയതസദ്ദഖൂൻ വയഅതമിറൂൻ. സഹാബികൾ പറയാണ്, പൈസക്കാരൊക്കെ ഹജ്ജിൻ്റെ ഇതിനൊക്കെ കൂലി കൊണ്ടുപോയി നബിയെ, ഞങ്ങൾക്ക് കൂലി കിട്ടണില്ലല്ലേ, ഞങ്ങൾക്ക് അവരെ പോലെ പൈസ ഇല്ലല്ലോ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞെന്താ? നിങ്ങൾ നിസ്കാര ശേഷം അദ്കാർ ചൊല്ലിക്കും, നിങ്ങൾക്ക് ആ കൂലി കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പം നമ്മളൊന്നും സഹോദരങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മയുടെ കനം ചെറുതല്ല. റസൂലുള്ളാഹി പറഞ്ഞെന്താ? ഒരു കാരക്കച്ചുളയുടെ ചീന്തുകൊണ്ടെങ്കിലും നമ്മൾ നേരത്തെ ചെറിയ രൂപത്തിൽ പറഞ്ഞ നരകാഗ്നിയിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ കാത്ത് രക്ഷിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയൊരു ജീവിതം അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കട്ടെ. എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണോ നമ്മുടെ ജോലി കാര്യങ്ങളിലും കുടുംബകാര്യങ്ങളിലും നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, അതിനേക്കാളധികം ഈ ബോഡി നാളെ നരകത്തിലേക്കില്ല. എൻ്റെ ഭാര്യ പോകാൻ പാടില്ല, എൻ്റെ മക്കൾ പോകാൻ പാടില്ല, എൻ്റെ വീട് അതിനുള്ള അവസരമാകാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അതിനനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും
മറുവിഭാഗത്തെ നരകത്തിലേക്കും അള്ളാഹു തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ കടന്നു പോകുന്ന മഹാവിജയികളിൽ, ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ അള്ളാഹു സാധുക്കളായ പാപികളായ നമ്മെ ഓരോരുത്തരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ ഏത് കോണിൽ വെച്ച് അള്ളാഹു നമ്മളിൽ വിധിക്കപ്പെട്ട മരണത്തെ കണ്ടുമുട്ടേണ്ടി വന്നാലും ഒരു യഥാർത്ഥ മുഅ്മിനായി, സ്വർഗാവകാശിയായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന മഹാവിജയികളിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. നമ്മളിൽ ഒരുപാട് രോഗികളുണ്ട്, അള്ളാഹു ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാരോഗങ്ങളിൽ നിന്നും വേദനാജനകമായ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മെ നോക്കി കടന്നു വരുന്ന എല്ലാ മുസീബത്തുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും അള്ളാഹു നമുക്ക് കൺകുളിർന്ന പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈയിടെയായിട്ട് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒട്ടനവധി ആദർശ സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബന്ധുമിത്രാദികളുണ്ട്, പലരുമുണ്ട്. അള്ളാഹു മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, സ്വർഗ്ഗതുല്യമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.